ആനയിടഞ്ഞുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുകയാണ്. വർദ്ധിച്ചുവരുന്ന ചൂടും ജനങ്ങളുടെ പ്രകോപനവുമാണ് ആനകൾ ഇടയാൻ കാരണമെന്ന് ആന വിദഗ്ധർ. ഒരിടവേളയ്ക്ക് ശേഷം ജില്ലയിൽ ആനയിടഞ്ഞുള്ള അപകടങ്ങൾ വർദ്ധിക്കുകയാണ്. ഈ സീസണിൽ തന്നെ 20-ലേറെ ആനകളാണ് ഇടഞ്ഞത്. കഴിഞ്ഞ ദിവസം 2 ഉത്സവങ്ങളിലായി ആനകൾ ഇടഞ്ഞത് പരിഭ്രാന്തിക്കിടയാക്കിയിരുന്നു. പലപ്പോഴും സാമൂഹ്യവിരുദ്ധരായിട്ടുള്ള ചില ആളുകൾ ആനകളുടെ കൊമ്പ് കയറി പിടിക്കാൻ വരുന്നതും, ഇന്നലെ തന്നെ നമ്മുടെ കുന്നംകുളത്തുണ്ടായ വലിയൊരു അപകടം, സാമൂഹ്യവിരുദ്ധരായിട്ടുള്ള ആളുകളെ പോലീസ് ഓടിക്കാൻ നോക്കിയപ്പോൾ, ലാത്തി വീശിയപ്പോൾ അവർ ആനയുടെ മുമ്പിലേക്ക് ഓടി വരികയും ആന പേടിച്ചോടുകയാണ് ഉണ്ടായത്. ഇത് തന്നെയാണ് തെച്ചുകോട്ടാവിൻ്റെ കേസിലും നമുക്ക് സംഭവിച്ചതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പിന്നിലെ ചില ഗൂഢശക്തികൾ പ്രവർത്തിച്ചു വരുന്നതായിട്ടും ഞങ്ങൾ സംശയിക്കുന്നു. വർദ്ധിച്ചു വരുന്ന ചൂടും ഉത്സവപ്പറമ്പുകളിലും മറ്റുമുള്ള ജനങ്ങളുടെ പ്രകോപനവുമാണ് ആനകളിടയാൻ കാരണമെന്ന് ആനവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പരമ്പരാഗത നെറ്റിപ്പട്ടത്തിനും കോലത്തിനും ആടയാഭരണങ്ങൾക്കും പുറമെ ആനകളെ പരിഭ്രാന്തരാക്കുന്ന ബലൂൺ അടക്കമുള്ള അലങ്കാരങ്ങളും ഉപയോഗിക്കുന്നത് ആനകൾക്ക് അലോസരമായി മാറുന്നതായി ആക്ഷേപമുണ്ട്. കൂടാതെ ആനകളെ അനാവശ്യമായി കുത്തിപ്പൊക്കുന്നതും കമ്മിറ്റിക്കാരുടെയും ജനങ്ങളുടെയും പ്രകോപനങ്ങളും ആനകൾ ഇടഞ്ഞോടുന്നതിന് കാരണമാകുന്നുണ്ട്. ചുട്ടുപൊള്ളുന്ന വെയിലിലുള്ള ആനയെഴുന്നള്ളിപ്പുകൾ പരമാവധി ഒഴിവാക്കണമെന്നും ഉത്സവങ്ങളുടെ സമയക്രമം പുനഃക്രമീകരിക്കണമെന്നുമുള്ള ആവശ്യം ഉയരുന്നുണ്ട്. എഴുന്നള്ളിപ്പ് സമയങ്ങൾ ഇത്തരം കാലഘട്ടങ്ങളിൽ, ഇത്തരം സമയങ്ങളിൽ, ഇത്തരം ചൂടേറിയ കാലാവസ്ഥയുള്ള സമയങ്ങളിൽ എഴുന്നള്ളിപ്പ് സമയങ്ങൾ ഒന്നും കൂടെ പുനഃക്രമീകരിക്കപ്പെടും. ചെറിയ പ്രകോപനങ്ങൾ പോലും സമ്മർദ്ദത്തിലായി നിൽക്കുന്ന ഒരു ആനയെ വല്ലാതെ ഓടാനും അതുവഴി കൂടുതൽ അക്രമാസക്തനാവാനും ഒക്കെ സാധിക്കും. ആനകൾ ഇടഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ പ്രകോപിക്കാതിരിക്കാൻ നോക്കുക. ഒരു നിശ്ചിത അകലം പാലിച്ചു മാത്രം പൊതുജനങ്ങൾ നിൽക്കുക എന്നുള്ളൊരു അപേക്ഷയാണ് ഇതിനോടനുബന്ധിച്ച് പറയാനും. നാട്ടാനകൾ കുറഞ്ഞതോടെ നിലവിലുള്ള ആനകൾക്ക് എഴുന്നള്ളിപ്പുകൾ വർദ്ധിച്ചതായും ഇവയ്ക്ക് മതിയായ വിശ്രമം ലഭിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ കൊണ്ടുവരാൻ അനുവദിക്കണമെന്നും അല്ലെങ്കിൽ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആനകളെ ലേലം ചെയ്ത് നൽകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ആനകളിടഞ്ഞ് ഇനിയും അപകടങ്ങൾ വിളിച്ചുവരുത്താതിരിക്കാൻ മുൻകരുതലുകളും നടപടികളും ആവശ്യമാണ്. ക്യാമറമാൻ ബിജു ആമക്കോടിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്.